ഹായ് എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഒരു വെബ്സൈറ്റ് വെബ് ആപ്ലിക്കേഷൻ അറ്റാക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ അതിന്റെ ബേസിക് വെബ് ഫണ്ടമെന്റൽസും അതിന്റെ വെബ് ബാക്കെൻഡും പഠിച്ചിരിക്കണം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ്, ഒരു വെബ് ആപ്ലിക്കേഷന്റെ ബേസിക് ഫണ്ടമെന്റൽസും അതിന്റെ ബാക്കെൻഡും. ഇത് അറിഞ്ഞിരുന്നാലാണ് നമുക്കൊരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ നിർത്തോ പെൻ ടെസ്റ്റ് ചെയ്യാൻ നിർത്തോ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കത്തുള്ളൂ. സോ ബേസിക് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മളിവിടെ മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്ന 3 ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് സബ് ഡൊമൈൻ, അതുപോലെ തന്നെ ഡയറക്ടറി അറ്റാക്ക്, അതുപോലെ തന്നെ ഒരു വെബ് ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് വെബലൈസർ. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ഒരു അഡ്വാൻസ്ഡ് ടൂളാണ് വെബലൈസർ. അപ്പൊ നമ്മൾ ഡയറക്ടറി അറ്റാക്ക് എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ സബ് ഡൊമൈൻ എന്താണെന്ന് പഠിക്കും, വെബലൈസർ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിക്കും. സോ നമുക്ക് എന്താണ് സബ് ഡൊമൈൻ എന്ന് നോക്കാം. Okay, what is a subdomain? A subdomain is a prefix added before the main domain to organize or separate different parts of a website. Example, blog.example.com or shop.example.com. Both are subdomains of example.com. അതായത് സബ്ഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഘടകം, ഒരു പാർട്ടായിട്ട് വരുന്നതിനാണ് സബ്ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഗൂഗിൾ.com തന്നെ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു സബ്ഡൊമൈൻ എന്താണ്, search.google.com. പിന്നെ അതിനകത്ത് നമ്മളൊരു മൈക്കിന്റെ ആക്സസ് കൊടുക്കുമ്പോൾ അങ്ങനെ പല എന്താണ് സബ്ഡൊമൈൻസ് ഉണ്ടാവും. ഇപ്പൊ ചുരുക്കം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു വലിയ കമ്പനി. ഓക്കെ, നമ്മൾ ആ കമ്പനിയിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, അതിനകത്ത് കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ, ഒരു വലിയ കമ്പനി, അതിൻ്റെ ഉള്ളിൽ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാലല്ലേ മനസ്സിലാവത്തുള്ളൂ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. നമ്മൾ ആ കമ്പനീന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, അതിനകത്തൊരു HR ഉണ്ടാവും, അതിനൊരു സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ടാവും, കുറെ വർക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഫ്രഷേഴ്സ് ഉണ്ടാവും, ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും, HR ഉണ്ടാവും, CEO ഉണ്ടാവും. അത് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതാണ് സബ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് ആഡഡ് ബിഫോർ എ മെയിൻ ഡൊമൈൻ ടു ഓർഗനൈസ് സെപ്പറേറ്റ് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ വെബ്സൈറ്റ്. ഓരോ വെബ്സൈറ്റിലും പല സബ് ഡൊമൈൻസ് ഉണ്ടാവും, പല ജോലികളാണ് ചെയ്യുന്നത്. ഇപ്പൊ CEO അതിന്റെ കമ്പനീന്റെ കാര്യങ്ങൾ, അതുപോലെ HR അതിന്റെ കാര്യങ്ങൾ, വർക്കേഴ്സ് എന്ത് ചെയ്യും, ബിൽഡിങ് എന്താണ്, വെബ്സൈറ്റ് ബിൽഡിങ്, ആപ്പ് ബിൽഡിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ അതുപോലെ തന്നെയാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്താണ് blog.example എന്നൊക്കെ. ഇപ്പൊ നമ്മുടെ പറയുവാണെങ്കിൽ തന്നെ ഗൂഗിൾ ഞാൻ പറഞ്ഞു, ഗൂഗിളിലൊക്കെ മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഉണ്ടാവും. ഇപ്പൊ മൈക്രോസോഫ്റ്റിലാണെങ്കിലും മൾട്ടിപ്പിൾ ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുന്നത് ഒരു ഡൊമൈൻ ആയിരിക്കും. അതുപോലെ അതിന്റെ ഫയൽ ഷെയറിങ് കാര്യങ്ങൾ, പിന്നെ DNS, അങ്ങനെ കുറെ സെപ്പറേറ്റ് പാർട്സ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത് സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇമ്പോർട്ടന്റ്? സബ്ഡൊമൈൻസ് ക്യാൻ ഹോസ്റ്റ് ഡിഫറെന്റ് സർവീസസ് ആൻഡ് മൈറ്റ് ഹാവ് വീക്കർ സെക്യൂരിറ്റി. ഓക്കെ, സബ്ഡൊമൈൻസ് എന്ത് ചെയ്യും, ഒരേ സമയത്ത് പല സർവീസ് ഹോസ്റ്റ് ചെയ്യും. അതുപോലെ അതിൻ്റെതായ വീക്കർ സെക്യൂരിറ്റി ഉണ്ടാവും. ചിലപ്പോൾ പഴയ വെർഷൻ ആയിരിക്കും, ചിലപ്പം ഇപ്പം മെയിൽ സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും സബ്ഡൊമൈൻ്റെ അകത്ത്. അപ്പം മെയിൽ സർവീസ് യൂസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ എന്താണ് നമുക്ക് യൂസസ് ഉണ്ടാവും. ഓക്കെ, ഹാക്കേഴ്സ് ഫൈൻഡ് സബ്ഡൊമൈൻസ് ടു ഡിസ്കവർ ഹിഡൻ പേജസ്, അഡ്മിൻ പാനൽസ് ഓർ അഡീഷണൽ അറ്റാക്ക് സർഫ്. ഓക്കെ, നമ്മൾ ചിലപ്പം ഒരു മൈക്രോസോഫ്റ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പം ബേസിക്കലി നമുക്ക് എന്താണ്, ഒരു ഇൻഡെക്സ് പേജ് മാത്രമാണ്, അതായത് ഒരു മെയിൻ ഫ്രണ്ടിന്റെ പേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് ഡീപ്പായിട്ട് ടൂൾസ് യൂസ് ചെയ്ത് ഡൈവ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന പോലെ അതിനകത്ത് ഹിഡൻ പേജസ്, അഡ്മിൻ പാനല്, ഓക്കെ, അഡീഷണൽ അറ്റാക്ക് സർഫ് ഒക്കെ കാണാം. ഒരു അഡ്മിൻ പാനൽ കിട്ടി എന്താണ്, നമുക്ക് ഹൈഡ്രയോ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ അഡ്മിന്റെ യൂസറിനും പാസ്വേഡും കിട്ടിയാൽ നമുക്ക് എൻ്റയർ വെബ്സൈറ്റ് സെർവർ തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഡയറക്ടറി അറ്റാക്ക്? എന്താണ് ഡയറക്ടറി അറ്റാക്ക്? ഓക്കെ, ഡയറക്ടറി അറ്റാക്ക് മീൻസ് ഫൈൻഡിങ് ഹിഡൻ ഫോൾഡേഴ്സ് ഓർ ഫയൽസ് ഓൺ എ വെബ് സെർവർ. വെബ്സൈറ്റ് often have admin pages, backup files or config folders not linked publicly but accessible if found. Dirtbuster is a tool that brute force directory and file names by trying many common names from word list. It helps find hidden paths like admin, backup, config, PHP, etc. ഓക്കെ, ഡയറക്ടറി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് നമ്മുടെ ഒരു വീടുണ്ടെന്ന് വിചാരിച്ചോ, പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, നമ്മുടെ വീട് അടച്ചിട്ടേക്കുക. പുറത്തുനിന്ന് ഒരു കള്ളൻ നോക്കുന്ന സമയത്ത് വീടിന് മെയിൻ ഒരു ഡോറ് കാണാം, മേ ബി അപ്പുറം ഇപ്പുറം ലെഫ്റ്റ് റൈറ്റ് 2 റൂംസ് കാണാം. പക്ഷെ കള്ളൻ എന്ത് ചെയ്യണം, കള്ളന് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലാണ് അത് എന്താണ്, വീടിന്റെ ഉള്ളിൽ കയറി അത് എക്സ്പ്ലോർ ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു വീടിന്റെ ഉള്ളിൽ കിച്ചൺ ഉണ്ടാവും, ബെഡ്റൂം ഉണ്ടാവും,
ഓക്കെ, പേഴ്സണൽ റൂം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ആ പേഴ്സണൽ റൂമിൽ ഇപ്പം ജ്വല്ലറി, പൈസ, അങ്ങനെ മൾട്ടിപ്പിൾ തിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റില് നമുക്ക് ഇപ്പോൾ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് പുറമെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഡൊമൈൻ വേറെ, ഡയറക്ടറി വേറെ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതായത് ഒരു ബാങ്കിന്റെ വെബ്സൈറ്റിൽ ബാങ്കിന്റെ സ്റ്റാഫ്സ് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഒരു ഡയറക്ടറി ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് നമുക്ക് പബ്ലിക്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ബാങ്കിന്റെ ആൾക്കാർക്ക് അവരുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡയറക്ടറി, ഒരു സെപ്പറേറ്റ് ഡയറക്ടറി ഉണ്ടാവും. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഗോബസ്റ്റർ അല്ലെങ്കിൽ ഡെർബസ്റ്റർ എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് വെച്ചിട്ട് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട്, ഓക്കെ, വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഹിഡൻ ഡയറക്ടറി കണ്ടുപിടിച്ച് അതിലേക്ക് നമുക്ക് പാസ്വേഡ് കോമ്പിനേഷൻ ട്രൈ ചെയ്ത് അറ്റാക്ക് ചെയ്ത് നമുക്ക് കയറി അതിന്റെ സെർവറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സബ് ഡൊമൈൻസും ഡയറക്ടറി. ഓക്കെ, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സബ് ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈനിൽ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഡയറക്ടറി അറ്റാക്ക്. ഡയറക്ടറി എന്ന് പറയുമ്പം ഒരു വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ തിങ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഒരു വീടിന് ഒരു റൂമല്ല, ഒരു റൂമിലായിട്ട് ഒരു കാര്യമില്ല. ഒരു റൂമും കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാനോ ഭക്ഷണം കുക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അപ്പം ഒരു വീടിന് മൾട്ടിപ്പിൾ റൂംസ് ഉണ്ടാവും, അതിന് മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡയറക്ടറി എന്നും പറയുന്നത്. ഓക്കെ, നമുക്ക് വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് ടെക്നോളജി, ഓക്കെ, അതിന്റെ ബാക്ക് എൻഡ് സത്യം പറഞ്ഞ് നോക്കിയാൽ നട്ടല്. ഓക്കെ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെ, അതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ടൂൾസ് റൺ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഒരു ടൂൾ വേണം, വെബ്ലൈസർ. സോ ഇതൊരു എക്സ്റ്റൻഷനാണ്. ഓക്കെ, നമ്മളെ ഫയർഫോക്സിൽ ഫയർഫോക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ജസ്റ്റ് ഫയർഫോക്സ് ഓപ്പൺ ചെയ്യാം. പാരറ്റോയ്സ് ഉള്ളവർക്ക് ഇങ്ങനെയായിരിക്കും, കാളിനെക്സ് ഉള്ളവർക്ക് കാളിനെക്സിന്റെ ഒരു പേജ് ആയിരിക്കും. ജസ്റ്റ് ഇവിടെ ഒരു എക്സ്റ്റൻഷന്റെ ഒരു ഇത് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എനിക്ക് വെബ്ലൈസർ ഉണ്ട്. സോ മാനേജ് എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്റ്റൻഷന്റെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ജസ്റ്റ് സെർച്ച് ചെയ്യുക, വെബ്ലൈസർ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, വെബ്ലൈസർ എന്ന് സെർച്ച് ചെയ്യുക. ഡയറക്റ്റ് നമ്മൾ വെബ്ലൈസറിന്റെ ഒരു പേജിലേക്ക് ഇരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ കാണാം വെബ്ലൈസർ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് ഓൾറെഡി ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് റിമൂവ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്കൊന്ന് മൈക്രോസോഫ്റ്റ്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ പേജാണ്. ഓക്കെ, ഞാൻ ഈ മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ പേജിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്തു. പുറമെ നോക്കുമ്പം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഇൻഡെക്സ് പേജാണ്. ഓക്കെ, അവരുടെ കമ്പനികളും അവരുടെ ബിൽഡപ്പും സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ജസ്റ്റ് ഒരു കമ്പനി പേജാണ്. ഓക്കെ, ഇതിൽ നോക്കുവാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ലോഗിൻ പേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് വെറും ഒരു കണ്ണുകൊണ്ട് കണ്ടാൽ ഒന്നും പറ്റാത്ത രീതിക്കാണ് ഇതിനകത്തുള്ള ഡെവലപ്മെന്റ്. ഇതല്ല ഏത് വെബ്സൈറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെബ്ലൈസർ ടൂൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ എക്സ്റ്റൻഷന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വെബ്ലൈസർ എടുക്കുക. ഓക്കെ, ഇവിടെ നോക്കും CMS എന്തായിരുന്നു, നമ്മൾ വേർഡ്പ്രസ് ഹാക്ക് ചെയ്യാൻ നേരത്തെ പഠിച്ചിരുന്നു. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, കണ്ടന്റ് മാനേജ് സിസ്റ്റം എന്താണ്, അതായത് നമുക്ക് വിത്തൗട്ട് കോഡിങ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബ്ലോഗും കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാൻ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഓക്കെ, അവിടെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡോബ് എക്സ്പീരിയൻസ് മാനേജറാണ്. ഓക്കെ, അതുപോലെ നോക്കുവാണെങ്കിൽ അസ്യൂർ മോണിറ്റർ, മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി, അതൊക്കെ ജസ്റ്റ് ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ടൂളും കാര്യങ്ങളൊക്കെയാണ്. സോ സ്മൂത്ത് റണ്ണിങ് അങ്ങനെയൊക്കെ. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ HSTS ആണ്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ അതായത് HTTP-നേക്കാളും കുറച്ചും കൂടെ ഹയർ വെർഷൻ, സ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് കൺട്രോൾ എന്നാണ് അതിന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി എന്നും കൂടെ പറയും. ഓക്കെ, അതായത് എ സെക്യൂരിറ്റി ഫീച്ചർ ഫോഴ്സിംഗ് ബ്രൗസേഴ്സ് ടു ഓൺലി കണക്ട് ടു എ വെബ്സൈറ്റ് ഓവർ HTTPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അതിൽ S വന്നിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആണ്. ഓക്കെ, സെക്യൂർ ലൈസൻസ് ഉണ്ട്. ഇൻ കേസ് HTTP ആണ്, നമ്മൾ ഇവിടെ HTTP അല്ലാത്തൊരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാർണിംഗ് വരും. എന്തുകൊണ്ട്? കാരണം അതിന്റെ S സർട്ടിഫിക്കറ്റ് ഇല്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയറി ആയിപ്പോയി. സോ HTTPS ഉണ്ടെങ്കിൽ സെക്യൂർ ആണ്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അല്ലെങ്കിൽ നടുക്കോട്ട് കയറി വരുന്ന, അതായത് രണ്ട് ആൾക്കാർ തമ്മിൽ മെസ്സേജ് അയക്കുന്നു, രണ്ട് നെറ്റ്വർക്കിൽ കൂടെ പാസ്സാകുമ്പോൾ അതിനകത്ത് നടുക്ക് മാൻ ഇൻ ദ മിഡിൽ, അതിനകത്ത് നടുക്ക് ആർക്കും വരാൻ പറ്റില്ല. സോ അതിനെയാണ് HTTPS സെക്യൂർ എന്ന് പറയുന്നത്.
സോ നമുക്കിവിടെ DNS എന്താണെന്ന് പഠിക്കണം, HTTPS എന്താണെന്ന് പഠിക്കണം, നെറ്റ്വർക്ക് TCP UDP അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ HSTs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTTP സ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ആണ്. സോ എപ്പോഴും ഇത് കണക്ട് ആവുന്ന എന്തുകൊണ്ടായിരിക്കും? വെബ്ലൈസർ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. HTTP എപ്പോഴും ഒരു HTTP സെക്യൂർ കണക്ഷനുമായിട്ട് മാത്രമായിരിക്കും ഇതിന്റെ സെക്യൂരിറ്റി കണക്ട് ആവുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ഉണ്ട്. ഓക്കെ, JK ക്വയറി കോർ. ഓക്കെ, ഇവിടെ നമുക്കൊരു കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻസ് ആണ് ഇതിന്റെ വെർഷൻസ്. ഓക്കെ, ഒന്ന് jQuery 3.5.1, കോർ JS 3.27.2. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ ചെന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ എനിക്ക് വന്ന jQuery എന്താണ് ഔട്ട്ഡേറ്റഡ് വെർഷൻ ആണെന്ന് തോന്നി. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താണ് എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് വരും, ഇതിന്റെ ഔട്ട്ഡേറ്റഡ് വെർഷനും അതിന്റെ എക്സ്പ്ലോയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ വെബ്ലൈസർ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡെവലപ്പറിനെ നിങ്ങൾ ഡോക്ടറായിട്ട് കാണും. ഓക്കെ, ക്ലൈന്റ് ഒരു അറ്റാക്കർ. ഓക്കെ, അറ്റാക്കർ പേഷ്യന്റ് ആയിട്ടും. ഒരു ഡോക്ടർക്ക് എന്താണ് ഫുള്ള് ബോഡിനെ കുറിച്ചുള്ള ബോഡിയിലെ പാർട്സ്, ഹാർട്ട് പമ്പിങ്, അതിന്റെ ഹാർട്ടിന്റെ ആർട്ടറീസ്, ചേമ്പേഴ്സ് എത്രയുണ്ടെന്നെല്ലാം ഒരു നോളജ് വേണം. സോ എന്നാലാണ് നമ്മളെ ഒന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടൂൾ വെബ്ലൈസർ ആയിട്ട് യൂസ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡെവലപ്പേഴ്സും ഇത് കൂട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ബിൽഡ് ചെയ്ത് അവരെങ്ങനെ ഇത് റൺ ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്നു. അപ്പം നമ്മൾ അറ്റാക്കർ, നമ്മൾ പേഷ്യന്റ് ആണ്. നമുക്കും ഏകദേശം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെയുള്ള ധാരണയും കാര്യങ്ങളും വേണം. ചുമ്മാ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഒരു കൈവേദന വന്നിട്ട് ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മളെ കുറിച്ചൊരു ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ നടക്കുന്നു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതങ്ങ് വിശ്വസിച്ചങ്ങിരിക്കും. സോ അവിടെയാണ് നമുക്കും നമ്മുടെ ബോഡിനെ കുറിച്ച് നോളജ് വേണം. ഇവിടെയാണ് ഓക്കെ നമ്മൾ അറ്റാക്കറായ നമ്മളും ഈ വെബ്ലൈസർ എന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിന്റെ ഉള്ളിൽ, അതായത് ചുരുക്കം പറഞ്ഞ ഈ നമ്മുടെ ബോഡി ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഈ വെബ്സൈറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇത്രേ ഉള്ളൂ. വെബ്ലൈസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടൂളാണ്. ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ ബാക്ക് ആൻഡ് ടെക്നോളജീസ്, അതിന്റെ വെർഷൻസ് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ, അതിന്റെ സെക്യൂരിറ്റി. ഇൻ കേസ് ഫയർവാൾ ഉണ്ടെങ്കിൽ ഫയർവാൾ, ഇവിടെ നമുക്ക് ഫയർവാളിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മൊബൈൽ ഫ്രെയിം വർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ജാവയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഫയർവാളിന്റെ ഒരു ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഫയർവാൾ നമുക്ക് കാണുന്നില്ല. ചില മേ ബി ഫയർവാൾ ഹിഡൻ ആയിരിക്കും. സോ ഏതൊക്കെ വെബ്സൈറ്റിനും ഫയർവാൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ടൂൾ യൂസ് ചെയ്യും. ആ ടൂളൊക്കെ വരുന്ന നമുക്ക് കവർ ചെയ്യാം. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. നമ്മൾ വെബ്ലൈസർ ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത് പഠിച്ചു. വെബ്ലൈസർ ടൂൾ വെച്ച് നമുക്കൊരു മിനിമം ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു 5 സ്റ്റേജസ് ഓഫ് ഹാക്കിംഗ് ഉണ്ട്. അതിൽ ഇൻഫർമേഷൻ ഗ്യാദറിങ്, റെക്കഗ്നൈസേഷൻ, ഓക്കെ, ഇൻഫർമേഷൻ ഗ്യാദറിങ്, പറ്റുന്ന അത്രയും ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. സോ നമുക്കിനി ഇന്റേണൽ ആയിട്ട് കുറച്ചും കൂടെ സ്കാനിങ് ചെയ്യണം. അതിനൊരു ടൂൾ ഉണ്ട്, അമാസ് എന്ന് പറയും. ഓക്കെ, അമാസ് ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ടൂളാണ്. സോ ഇത് വെച്ച് ഹിഡൻ ആയിട്ടുള്ള ഡൊമൈൻസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഡൊമൈൻസിൽ എന്തൊക്കെ, അതിൽ ആ ഡൊമൈൻസിലുള്ള എന്തൊക്കെ സംഭവിക്കുന്നു, ഏതൊക്കെ സർവീസ് റണ്ണിങ് ആണ്, IP അഡ്രസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കമാൻഡ് ഇത്രയുള്ളൂ, അമാസ് എനുമറേഷൻ -d microsoft.com. ഓക്കെ, -d നമ്മൾ യൂസ് ചെയ്തതിനാണ്, നമ്മൾ എന്തിനാണ് ഡൊമൈൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻട്രി ക്ലിക്ക് ചെയ്യുന്നു. മേ ബി നല്ല ടൈം എടുക്കും. സോ ഞാൻ ഓൾറെഡി റിപ്പോർട്ട് എടുത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഏകദേശം റിപ്പോർട്ട് എന്ന് പറയുമ്പം കുറേ ഉണ്ട്. അത് മൈക്രോസോഫ്റ്റിലെ ലാർജ് വെബ്സൈറ്റ് ആണ്. സോ അതിന് റിപ്പോർട്ട് കുറേ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഇവിടെ IP അഡ്രസ്സ് നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ IP അഡ്രസ് ഒക്കെ നമുക്ക് പാസ് ചെയ്യുന്ന കാണാം. ഓക്കെ, ഇവിടെ ഒരു വെബ് സെർവർ ഉണ്ട്. ഓക്കെ, ഒരു വെബ് സെർവർ ഉണ്ട്. നമ്മൾ വേർഡ് പ്രസ് ഹാക്ക് ചെയ്യാൻ നേരത്ത് വെബ് സെർവറിന്റെ വൾനറബിലിറ്റീസ് കണ്ടുപിടിച്ച്, ഓക്കെ, അതിന്റെ കണ്ടുപിടിച്ചിട്ട് ആണ് നമുക്ക് എന്ത് കിട്ടും, ഈ വെബ് സെർവറിന്റെ IP അഡ്രസ് വെച്ച് നമുക്ക് സ്കാൻ ചെയ്താൽ ഏതൊക്കെ പോർട്ട് റണ്ണിങ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. അതുപോലെ നോക്കുവാണെങ്കിൽ വേറെ ഇതിൽ കുറെ ഇഷ്ടം പോലെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വീക്ക്നെസ്സും വൾനറബിലിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു വെബ് സെർവർ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു API പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് റിമോട്ട് ഹെൽപ്പ്. ഓക്കെ, ഇത് കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ സപ്പോർട്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ IP അഡ്രസ്സ് നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഈ IP അഡ്രസ്സ് നമുക്ക് സ്കാൻ ചെയ്യുമ്പം ഏതെങ്കിലുമൊക്കെ
വെർഷൻസ് എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, എക്സ്പ്ലോയിറ്റ് ഉണ്ടാവും, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്കിവിടെ നമുക്കിവിടെ ഒരു മെയിൽ സർവീസ് കാണാം. സോ ആ മെയിൽ സർവീസ് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്കില്ല് യൂസ് ചെയ്ത് പേലോഡ് റിവേഴ്സൽ ഇൻജെക്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റെ സിസ്റ്റം അറ്റാക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊരു ആക്സസ് എടുക്കാൻ പറ്റും. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് എടുത്തു പറയുകയാണെങ്കിൽ കുറെ ഉണ്ടാവും. ഇവിടെ നമുക്ക് സാൻഡ് ബോക്സ് API ഒരു ഇത് കാണാം. അതിൻ്റെ ഒരു IP അഡ്രസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ IP അഡ്രസ് സാൻഡ് ബോക്സ് API റെക്കോർഡ്, ഇതിനെക്കുറിച്ചുള്ള പാസ് ചെയ്യുന്ന റെക്കോർഡും കാര്യങ്ങളും അത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് എൻ്റെ ടെലികമ്മ്യൂണിറ്റിൻ്റെ ഇത് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ പാസ് ചെയ്യുന്നത് DNS വഴിയാണ്. DNS എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് IP അഡ്രസ്സുകൾ വെച്ചാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ www.google.com എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പം കമ്പ്യൂട്ടറിന്റെ DNS സെർവർ എന്ത് ചെയ്യും, www.google.com-ന്റെ IP എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ IP റിക്വസ്റ്റ് അങ്ങോട്ട് തന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ ആയിട്ട് ആ പേജ് ലോഡ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ www.google.com സെർച്ച് ചെയ്യാം. google.com ഇതിനൊരു സെപ്പറേറ്റ് DNS IP ഉണ്ടാവും. ഗൂഗിളിന്റെ ഒരു IP ഉണ്ടാവും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പിങ് google.com. ഇവിടെ നമുക്കൊരു IP അഡ്രസ് കാണാം. ഇവിടെ നമുക്കൊരു IP അഡ്രസ് കാണാം. ഇത് ഗൂഗിളിന്റെയാണ്. ഗൂഗിള് ഡയറക്റ്റ് ഫയർവാൾ അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് IP ഹോസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്റ്റ് IP കണക്ഷൻ ഒരു IP DNSന്റെ സെർവറിലേക്ക് പോവാണ്. ആ DNSന്റെ സെർവർ എന്താണ് ചെക്ക് ചെയ്യുവാണ്. www.google.com-ന്റെ DNS സെർവറിന്റെ IP എത്ര, അവിടെ അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുന്നു. അങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റ് ഇവിടുന്ന് റൺ ചെയ്യാൻ പറ്റുന്നത്. സോ അതാണ് നമ്മൾ വെബ്സൈറ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കുറെ പഠിക്കാനുണ്ട്. ബേസിക് കാര്യം എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. ഇതാണ് സബ് ഡൊമൈൻസ് എന്താണെന്ന് പഠിച്ചു. അതുകൊണ്ട് ഡയറക്റ്റ് അറ്റാക്കിൽ പോകുന്നേ ഉള്ളൂ. സബ് ഡൊമൈൻസ് എന്താണെന്ന് നോക്കി നമ്മൾ, പിന്നെ ബാക്ക് ആൻഡ് ടെക്നോളജീസ് നോക്കി, പിന്നെ ആമസോൺ എന്ന് പറഞ്ഞ ടൂൾ എങ്ങനെ റൺ ചെയ്യാന്ന് നോക്കി. നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പെൻഡെക്സ്റ്റ് നമ്മൾ ബഗ് ബൗണ്ടി ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ ഹാക്ക് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് പറ്റുന്ന അത്രയും ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ബേസിക് വെബ് ആപ്ലിക്കേഷന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഇതൊന്നൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് ഇനിയും കാര്യങ്ങൾ മുമ്പോട്ട് നോക്കാനുണ്ട്. നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടൂൾ നോക്കാം. ടൂള് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്ന ടൂളാണ്. ജസ്റ്റ് ആപ്ലിക്കേഷനിൽ പോവാം, ടെക്സ്റ്റിങ്ങിൽ പോവാം, വെബ് ആപ്ലിക്കേഷനിൽ പോവാം. ഇപ്പം ടെക്സ്റ്റിങ് നോക്കുവാണെങ്കിൽ വെബ് ആപ്ലിക്കേഷനിൽ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സ്. രണ്ട് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഡെർബസ്റ്റർ യൂസ് ചെയ്തിട്ട് ടാർഗറ്റ് URL കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള ഇത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് ഹിഡൻ ഡയറക്ടറീസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കാണാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു ബാങ്കിന്റെ സെർവർ ആണെങ്കിൽ ബാങ്ക് എംപ്ലോയീസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സെർവർ ഉണ്ടാവും. സോ ആ സെർവർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഡെർബസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് GUI മെത്തേഡാണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മെത്തേഡാണ്. അടുത്ത ടെർമിനൽ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ഗോബസ്റ്റർ ആയിരിക്കും. സോ ഗോബസ്റ്റർ മോസ്റ്റ് പവർഫുൾ ടൂളാണ്. ഗോബസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലോയിറ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ ഇത് ഗോബസ്റ്റർ ടൂളാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കവർ ചെയ്യും. ജസ്റ്റ് ഞാൻ ബേസിക് ഇനിയിപ്പോൾ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. നാളെ ഗോബസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഡയറക്ടറി അറ്റാക്ക് എങ്ങനെ ചെയ്യാം, ഒരു ഹിഡൻ ഡയറക്ടറി നമുക്ക് കണ്ടുപിടിക്കാം എന്നൊരു മൊഡ്യൂൾ ഞാൻ കവർ ചെയ്യും. സോ ഞാനിപ്പം നാളത്തോട്ടുള്ള എപ്പിസോഡിലൊക്കെ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ബേസിക് പാർട്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറുള്ള ഒരു കാര്യമാണ് തിയറി എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം തിയറിയാണ്. ഒരു ബിൽഡിങ്ങിന് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ബിൽഡിങ്ങിന് നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ബിൽഡിംഗ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതേസമയം ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ബും അതിന്റെ കാര്യം പോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ പിന്നെ നമ്മൾ സൂപ്പറാണ്, ആർക്കും പിടിച്ചാൽ കിട്ടില്ല. സോ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ബേസിക് ഫൗണ്ടേഷൻ എന്തിനൊക്കെ വേണം? ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ റൺ ചെയ്യുന്ന അറിയണം, നെറ്റ്വർക്കിംഗ്, കമാൻഡ്സ്, OS റണ്ണിങ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യും. സോ ഞാൻ ഏകദേശം എന്താണ് 2 ഒഫൻസീവ് സൈഡിലുള്ള അറ്റാക്ക് ഞാൻ കാണിച്ചു തന്നു, എങ്ങനെ അറ്റാക്ക് നടത്താമെന്നുള്ളത് കാണിച്ചു തന്നു. അതെങ്ങനെ നമ്മൾ പ്രോപ്പർ മെറ്റസ്പോൾട്ട് എന്താണ് മൊഡ്യൂൾസ് അതിന്റെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ
പറ്റുന്ന പോലെ തിയറി ഒരു ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ഷോർട്ട് രീതിയിൽ ഓക്കെ മാക്സിമം ഒരു 12-20 മിനിറ്റ് ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തിയറി നമുക്ക് പഠിക്കാം. നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ TCP, UDP, DNS നമ്മൾ നോക്കി, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. HTTPS, സെക്യൂർ ഷെൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. സോ ഇതൊക്കെ പഠിച്ചാലാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ ആൻഡ്രോയിഡ് അറ്റാക്ക് എങ്ങനെയാ, വൈഫൈ അറ്റാക്ക് എങ്ങനെയാ. സോ ഇതൊന്നും ഇല്ലാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച സുഖമായിരിക്കും. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൊള്ളത്തും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ശീലിച്ചാലും എന്താണ്, അതിന് കുറെ ദോഷങ്ങളും ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കൊരു ബേസിക് വേണം. ആ ബേസിക് ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ. അപ്പോൾ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് നമ്മൾ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു വാൻ എന്താണ്, ലാൻ എന്താണ്. വാൻ എന്ന് പറഞ്ഞാൽ വൈൽഡ് ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്താണ് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പഠിച്ച് ഇപ്പോൾ ഒരു വൈഫൈ അറ്റാക്ക് നടത്താനും പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു പേലോഡ് ഉണ്ടാക്കി, ആ പേലോഡ് എൻ്റെ ലോക്കൽ നെറ്റ്വർക്കിൽ മാത്രമേ എന്താണ് റൗണ്ടായി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അത് പോർട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പൊ അതിനൊക്കെ എന്താണ്, അതിനൊക്കെ ഒരു ടൂൾ, അതിനൊക്കെ നമ്മൾ ടൂൾ യൂസ് ചെയ്യും. ആ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ അറിയണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ. സോ നെറ്റ്വർക്കിന്റെ ടെക്നോളജി, അതിന്റെ ബേസിക് ഫണ്ടമെന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് പഠിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.